വീരന്റെ കഥയാണ്, പുട്ടുറുമീസിന്റെ. അതുകൊണ്ട് തന്നെ കണ്ടും കേട്ടും പഴകിയ വീരനായകന്മാരുടെ ഇതിഹാസങ്ങളുടെ മുഖഛായ ഇതിന് കാണില്ല. 6 ആളിന്റെ കരുത്തും 6 വയസ്സിന്റെ ബുദ്ധിയും ദൈവത്തിന്റെ നേരം പോക്ക്. മറ്റുള്ളവരുടെ കണ്ണിൽ നിസ്സാരങ്ങളായ തെറ്റുകൾ ഉറുമീസിന് പൊറുക്കാൻ കഴിയാത്ത അപരാധങ്ങളായിരുന്നു. അതിനോടെല്ലാം അവൻ പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ ലോകം മുഴുവൻ അവനെതിരെ തിരിഞ്ഞു. ഈ ലോകം പുറന്തള്ളിയ ഉറുമീസിനും എല്ലാ പീഡനങ്ങളിൽ നിന്നും മുറിവേറ്റ് തന്നിലേക്ക് ഓടിയെത്തുന്ന ഉറുമീസിനുമിടയിൽ സർവം സഹയായ അമ്മ, ആ അമ്മയുടെയും മകന്റെയും പലായനത്തിന്റെ കഥ. ഇവിടെ ഒന്നും ഇല്ലാന്നാ തോന്നുന്നു. നമുക്ക് അവിടെ വല്ലതും പോയി നോക്കാം. വാ വാ, ഇനിയിപ്പോ പുട്ടിന് എവിടെയാണോ പോയി നോക്കേണ്ടത്. പുട്ട് തന്നെയല്ലേ പറഞ്ഞ രാവിലെ കാണാന്ന്. ചായക്കടയിരുന്ന് പുട്ടടിക്കായിരിക്കും. എവിടെങ്കിലും ഒരു പുട്ടുകുറ്റി കണ്ടാ മതിയല്ല, അവിടെ ഇരുന്നോ. നീ വാടാ, നീ അവനാ റോയിക്കുട്ടന്റെ കൂടെ വല്ല മീനെ പിടിക്കാൻ പോയി കാണോ. വല്ലാത്തൊരു കഷ്ടാ മനുഷ്യനെ നമ്മളെ വേണം തല്ല. മതി, അടുത്തിട്ട് മതി. നടന്നടത്ത് കാല് കാണിക്കുന്നു. അത് സാരമില്ല, കാല് വലിച്ചു കിട്ടി ഇറങ്ങാ മതി. ഒന്ന് കണ്ടാ മതിയായിരുന്നു. കാലത്തെ പത്രം വായിക്കാതിരിക്കുന്നു മാത്തച്ചായ. രാവിലെ വിറകീർത്തരാമെന്നും പറഞ്ഞ് കണ്ടു പുട്ടു അടിച്ചു പോയതാ. അവനെ നീ വരട്ടെ. ഇവനിത് എവിടെ പോയി കിടക്കുക? വാ, നമുക്ക് അക്കരെ വല്ലതും പോയി നോക്കാം. എനിക്ക് എന്നാ നീന്തിയാ മതി. അവനെ കിട്ടട്ടെ, അവന്റെ തലമണ്ടയ്ക്ക് ഒരു കൊട്ടു വെച്ചു കൊടുക്കുന്നുണ്ട്. കൊട്ടാന് പാടാൻ അവന് കിട്ടിട്ട് വേണ്ടേ? കിട്ടിയാ അവിടെ നല്ലോണം കൊടുക്കണം. വലിച്ചട്ടാ വലിച്ചട്ടാ. നമ്മുടെ പുട്ടിനെ കണ്ടായിരുന്നോ? ചായക്കട നോക്കില്ലേ? അവിടെ ഇല്ലെന്നേ. പുട്ടല്ലടാ, കുറച്ചു നേരത്തെ കഥ വന്നോണ്ട് പോകുന്നുണ്ട്. ഞാൻ അപ്പഴേ പറഞ്ഞത് അവനെ ഏൽപ്പിക്കണ്ടെന്ന്. ഇനിയിപ്പോ എന്തോന്ന് ചെയ്യാനാ? വാ വാ വാ, അതിന്റെ ഇടയിലാണ് കണ്ടാറ് താറാവ്. അല്ല, പുട്ടിനെ തിരക്കി ഇറങ്ങിയായിരിക്കും അല്ലേ?
വാണം വിട്ടുപോലെ ഇപ്പൊ പോയി വീട്ടിലോട്ടായിരിക്കും. ഇറങ്ങിട്ടുണ്ട് രാവിലെ തന്നെ അവനെ പിരികേറ്റാൻ. ഉർമീസിനെ ഒന്ന് പെട്ടെന്ന് വിളിച്ചാൽ മറിയത്തടക്കിയായി. അവനെ കിട്ടിയിട്ട് എന്നാത്തിനാ? ഇന്നും പുതിയ വല്ല ഏടാ കൂടെ ഒപ്പിച്ചിട്ടുണ്ടോ? അതിന് അവനാരാ? നിങ്ങളുടെ ശിപ്പായിയോ? എപ്പം നോക്കിയാലും ഒരു ഉറുമീസ്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല പിള്ളേരെ. ഒരു ജോലിയും ചെയ്യാൻ അവനെ സമ്മതിക്കില്ല. ഓ, അവനിവിടെ എങ്ങും ഇല്ലടാ. നമുക്ക് പോവാ. ചേർത്തി ഇന്ന് വലിയ ചൂടിലാണല്ലോ. ആ വായി നോക്കി ഇത് എവിടെ പോയി കിടക്കുവാ? അവൻ എവിടെയെങ്കിലും പൂച്ചയും തടവി ഇരിപ്പുണ്ടാവും. അവന്റെ ഒരു പൂച്ച. ക്രിസ്മസ് ട്രീ പരിപാടി ഒന്നും നടക്കുകയില്ല. നോക്കിക്കോ. കുട്ടിനെ കാണിട്ട് എന്റെ വീക്ക് വെച്ചു കൊടുക്കണം. എന്താ പറ്റത്? എന്റെ കർത്താവേ, ക്രിസ്മസ് ആയിട്ട് പള്ളി എന്നാ കൂട്ടമണി. പെരുന്നാളല്ല അവതാളത്തിലാവൂ. വാ, അക്കരച്ച് നോക്കിട്ട് വരാം. മറ്റേ കടയിലാരും വേണ്ടയോ? ഓ സാരമില്ല, വാ. കർത്താവ് പള്ളിയിൽ കൂട്ടമണി. പ്രശ്നമുണ്ടല്ലോ. എനിക്കത് വേണ്ട, പോ നോക്കാം. വാ വാ. കപ്പേരെ കപ്പേരെ. നമ്മുടെ പുട്ടൂർമീസല്ലേ? എടാ ഉറുമീസേ, നിർത്താൻ. നീ എന്നായി ചെയ്യുന്നേ? എടോ കപ്പേരെ, ഇവൻ എങ്ങനെ മണിമേടെ കയറിയത്? ഞാൻ ചുക്കിലടിക്കാൻ കരുതിയതാ. തനിക്ക് ചുക്കിലടിക്കാൻ വേറെ കിട്ടില്ലേ? നിന്നോടാണ് പണിയടിക്കാൻ? റോയിക്കുട്ടനാ 100 പ്രാവശ്യം അടിച്ചാൽ പുട്ട് മേടിച്ചു തരാന്ന് പറഞ്ഞു. നീ ഇപ്പൊ എങ്ങനെ താഴെ കാണിക്കുന്നേ? ഞാൻ ചേർത്ത്. അയ്യോ വേണ്ട വേണം. വേണ്ട. വെച്ചതാണ് പുട്ട് മേടിച്ചേക്കണം. ഞാനേ നിന്നോടൊന്നും പറയുന്നില്ല. പറഞ്ഞാൽ ചിലപ്പോ കൂടിപ്പോവും. എല്ലാരും പറയട്ടെ. ഇനി മരം തപ്പി എവിടെ പോവും? വൈകുന്നേരം മുമ്പ് വീട്ടിലെ കാര്യം നടക്കത്തില്ല. എടാ പുട്ടേ, ക്രിസ്മസ് ട്രീക്ക് പറ്റിയ മരം എന്താ? ഇത് മതിയാ? ഓ, ഇവനൊരു വായി നോക്കി തന്നെ. കേറങ്ങോട്ട്. എടാ പുട്ടേ, ഒന്ന് പെട്ടെന്നാവട്ടെ. എടാ നീ ഇങ്ങോട്ട് നോക്കാതെ വെട്ട്. മതി മതി. ഇനി നീ ആ കൊമ്പേലം കുന്തിയാ മതി. അതിന് പോരും. അപ്പൊ ഇനി വെട്ടണ്ടേ? ഇതിന്റെ ഒരു കാര്യം നീ പറഞ്ഞ പോലെ ചെയ്യ. മറിഞ്ഞോ? ഒരു കാറ് വരണ്ട. എനിക്കൊന്നും പറ്റില്ല. പറ്റിയത് കാറടാ. എന്നെ തല്ലത്. തല്ലിയത് എന്തിയോടാ? പട്ടി വണ്ടി തല്ല് കിട്ടും. അലവലാതിയൊക്കെ പിടിച്ച് അകത്താക്കാൻ നമ്മളെ വേണം പറയാൻ. എന്താ അറിയാമോ ഇത്? ഉറുമീസിന്റെ കാര്യത്തിനായിട്ട് എത്രാമത്തെ തവണയാണ് ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്? അച്ഛനല്ലാതെ ഞങ്ങൾക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളല്ലേ അവന്റെ മേലൊരു കണ്ണു വേണമെന്ന്. ആ പിള്ളേരെല്ലാം കൂടെ പെരുകയറ്റിപ്പം അവൻ അറിയാതെ ചെയ്തു പോയതാ. ഒന്നോ മനഃപൂർവ്വം ചെയ്യുന്നതല്ലാന്ന് എനിക്കറിയാം. പക്ഷേ ജന്മനാ ബുദ്ധി വളരാത്തവനാണെന്നും
ചികിത്സിച്ചാൽ ഭേദമാവില്ല എന്നുള്ള സത്യം മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല. ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം അവനെ ഇങ്ങനെ എല്ലാവരും ഇട്ട് വട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാ ഞാൻ മറിയാമ്മോട് പലപ്പോഴും പറഞ്ഞത്, മറ്റിടത്തേക്ക് മാറി നിൽക്കുന്ന എല്ലാം കൊണ്ടും നിൽക്ക് നല്ലതെന്ന്. പുതിയ സ്ഥലവും ആൾക്കാരും ഒക്കെ ആവുമ്പോൾ ഉറുമേസിന് തന്നെ ഒരു മാറ്റം ഉണ്ടായിക്കൊടുന്നില്ല. മറിയാമ്മ ആലോചിച്ച് നോക്ക്. നീലഗിരിയിൽ ഞാൻ മുമ്പിരുന്ന പള്ളിയിലെ അച്ഛന് ഒരു കത്ത് തരാം. അവിടെ ആവുമ്പോ എസ്റ്റേറ്റിലോ മറ്റോ എന്തെങ്കിലും ജോലി അച്ഛൻ തരപ്പെടുത്തരും. കർത്താവായ ദൈവം എല്ലാത്തിനും ഒരു വഴിയുണ്ടാക്കും. വരൂ, SI യോടൊന്ന് പറഞ്ഞു നോക്കാം. ഓ, അച്ഛൻ പിന്നെയും വന്നോ? സാറുണ്ടോ? ഉണ്ട്, അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാൻ പോവാം. നമസ്കാരം മേന്നെ. ആ, അച്ഛൻ ഇരുന്നാട്ടെ. മേന്നെ, ഞാൻ വേണ്ടച്ചോ, ഇവനെ വിടണമെന്ന് പറയാനാണ് അച്ഛൻ വന്നെങ്കിൽ അത് നടക്കുകയില്ല. ഞാൻ ഇവനെ വിടത്തില്ല. മിസ്റ്റർ മേനോൻ, ഇപ്രാവശ്യം കൂടി ആ എന്ന് പറഞ്ഞാൽ എങ്ങനെ അച്ഛോ? ഇവനെ കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കപ്പുറതിയില്ല. ഓരോ ദിവസവും എന്തെങ്കിലും ഗുലുമാൽ ഉണ്ടായിക്കൊണ്ട് വരും. കഴിഞ്ഞ പ്രാവശ്യം തന്നെ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ വിട്ടതേ ബാധി മാത്തച്ഛനായതുകൊണ്ടാ. ഇതങ്ങനാണോ? പണിക്കരുടെ കാറാണ് അടിച്ചു പൊളിച്ചത്. പള്ളിയും പണിക്കരും തമ്മിൽ വ്യത്യാസമുണ്ടേ. എന്റെ പൊന്ന് സാറേ, അവൻ അറിയാതെ. നിങ്ങൾ മിണ്ടായിരുന്നല്ലേ? കാര്യം ഗൗരവമുള്ളതെന്ന് എനിക്കറിയാം. ഞാൻ മിസ്റ്റർ പണിക്കരുമായിട്ടൊന്ന് സംസാരിക്കാം. അങ്ങയുടെ ഭാഗത്തുനിന്ന് കേസും വഴക്കൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കണം. പക്ഷെ അത് ബുദ്ധിയില്ലാത്തൊരുത്തനായതുകൊണ്ടാ ഞാനിങ്ങനെ വീണ്ടും. ബുദ്ധിയില്ലെങ്കിൽ ആശുപത്രി കൊണ്ടാക്കണം. അല്ലാതെ ഇങ്ങനെ കെട്ടഴിച്ചു വിട്ട് പബ്ലിക് ഡാമേജ് ഉണ്ടാക്കി വെച്ച് ആരാ ഉത്തരം പറയാ? എന്റെ പൊന്ന് സാറേ, ഞാൻ സത്യം ചെയ്യാം, ഇനി ഇവനെ കൊണ്ട് ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇപ്രാവശ്യം കൂടി മേനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഇവന്റെ കാര്യം പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരികയല്ല. ഉറപ്പാണേ. ഇനി ഇങ്ങനെ വല്ലതും ഉണ്ടായാൽ ഇവനെ പിടിച്ചാൽ ഊളംപാറയ്ക്കായിരിക്കും, പറഞ്ഞേക്കാം. ആ സാറ് പറഞ്ഞത് കേട്ടല്ലോ. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ ഞാൻ വന്നുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. ഇവന്റെ അപ്പം മരിച്ചപ്പോ തൊട്ട് തുടങ്ങി ഒരു ചുറ്റല. ഒരു സ്ഥലത്തിരുത്തി പൊറപ്പിക്കുകയല്ല. കൂടിയ 6 മാസം എന്നെ പെടാപ്പാട് പെടുത്തുക. അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുത്താതാടാ ഉർമീസേ. ഇവർക്ക് നീയല്ലാതെ വേറെ ആരാ ഉള്ളത്? ഈ വയസ്സുകാലത്തും നിന്നെ ഒരു പോറ്റണം എന്ന് വെച്ചാൽ? കരയാതമ്മേ, ഇനി ഞാനൊന്നും ചെയ്യല. നിങ്ങൾ സമാധാനമായിട്ടിരിക്കും. എല്ലാറ്റിനും വഴിയുണ്ടാക്കാം. ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അതിന്റെ ഗുണം കിട്ടാതിരിക്കില്ല. അമ്മ അമ്മ, എന്താ വേണ്ടേ? ഞാൻ കൂടെയുള്ള അമ്മയ്ക്ക് പ്രയാസമാണ്. ഞാൻ വഴക്ക് പറഞ്ഞത് നിനക്ക് സങ്കടമായോ? എങ്കിൽ എന്റെ മോൻ പോയി കിടന്നുറങ്ങ. എനിക്ക് ഉറക്കം വരുന്നില്ല അമ്മ. നമ്മളെ മേടിക്കാൻ നമ്മളെ സ്ഥലത്തെ പറ്റി പറ. നീ കിടന്നുറങ്ങ ഉറുമീസേ. ഒന്ന് പറയാമേ, അന്ന് പറഞ്ഞ പോലെ. ഒരു പ്രാവശ്യം പറയും, അത് കഴിഞ്ഞ് നീ കിടന്നുറങ്ങിക്കണം. നമ്മൾ ജോലിയെടുത്ത് കാശെല്ലാം കൂട്ടി വെച്ച് ഒരു വീടും പറമ്പും മേടിക്കും. പറമ്പെന്ന് വെച്ചാ വലിയ ഒരു പറമ്പ്, മാവും പ്ലാവും എല്ലാം ഉള്ളത്. അതിൽ നമ്മൾ കുറെ പശുക്കുട്ടികളെയും ആട്ടുംകുട്ടികളെയും വളർത്തും. എന്നിട്ട് കൊച്ചു കൊച്ചു കൂടുണ്ടാക്കി അതില് മുയലിനെയും പൂച്ചനെയും വളർത്തണം. ഇപ്പൊ നിനക്കെല്ലാം അറിയാലോ. എന്നാ നമ്മളെ സ്ഥലം വാങ്ങാൻ പോകുന്നത്? കൊറേ കഴിഞ്ഞു. നീ കിടന്നുറങ്ങ. നമുക്ക് പല നിറത്തിലുള്ള മുയലുകൾ വേണം. ചമല, പച്ച, മഞ്ഞ, വേല, ചമല, പച്ച, വെള്ള, അങ്ങനെ കോറെ. എന്നിട്ട് ഞാനും അമ്മയും കൂടെ സുഖമായിട്ട് ജീവിക്കും. അപ്പൊ നമ്മളെ പിടിക്കാൻ പോലീസുകാർ വരുമല്ലോ. നീ കിടന്നുറങ്ങ. നാളെ ഉണ്ണീശ്വരന്റെ ജന്മപ്പെരുന്നാളാ. രാത്രി ഉറക്കം നിൽക്കേണ്ടതാ. അപ്പൊ നാളെ അമ്മ എനിക്ക് പുട്ടുണ്ടാക്കി തരും അമ്മ. ഇറച്ചി അമ്മ ഉണ്ടാക്കി തരാം.
ഇന്നാ ഈ ആഴ്ചത്തെ കൂലി. ശരി മുതലാളി, 200 അരിയും കൂടെ കിട്ടിയ കൊള്ളായിരുന്നു. കയ്യിരിക്കുന്ന കാശ് കൊടുത്താൽ അരി കിട്ടുമല്ലോ. നാളെ ക്രിസ്മസ് അല്ലേ മുതലാളി, ഉറുമീസിന് ഇച്ചിരി ഇറച്ചി മേടിക്കാൻ കൂടെ തികയല്ല. ഇനിയിപ്പോ ഇറച്ചൂടെ മേടിച്ചു കൊടുക്കാത്ത കുറേ ഉള്ളൂ. ഇപ്പൊ തന്നെ അവന് കാറ് തല്ലിപ്പൊളിക്കാനും കശവിശ ഉണ്ടാക്കാനും ആരോഗ്യം കൂടുതലാ. കള്ളപ്പോ മറിയ ചേട്ടത്തിയേ, നീ വന്നേ. അധികം മൊശടനാന്ന് അറിഞ്ഞിട്ടും എന്നാത്തിന് അവിടെ ചെന്ന് ചോദിച്ചേ? ചേട്ടത്തിക്ക് എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? മുതലാളിയോടല്ലേ? മുതലാളി, ചേട്ടത്തി ഇങ്ങ് കയറി വന്നേ. ചേട്ടത്തി, ആ തോർത്ത് ഇങ്ങനെ നീട്ടിക്കേ, നീട്ടിക്കേ. ഇന്നത്തെ കാലത്ത് ഓരോന്നിന്റെ വില കുഞ്ഞിനറിയാലോ, അതുകൊണ്ട് വാങ്ങുന്നതാ. എനിക്കറിയാം, നല്ലൊരു ദിവസമല്ലേ. ചേട്ടത്തി ചെല്ലേ. ഞാൻ തന്നതാന്ന് ആരോടും പറയല്ലേ. മറിയേ, എന്നതാടി ഈ തോട്ടത്തിനകത്ത്? എന്നാടി വായി നാക്കില്ലേ? ചോദിച്ചാ കേട്ടില്ലേ? തോർത്ത് കാണിക്കടി, തോർത്ത് കാണിക്കാൻ. തിരിഞ്ഞ് വന്നവരൊക്കെ ജോലി കൊടുത്ത എന്നെ വേണം പറയാൻ. എന്തിനാ എന്റെ അമ്മയെ തള്ളിയിട്ട്? അമ്മ അരി കെട്ടത് പോരാ, എന്നെ പിടിച്ച് തള്ളുന്നോടാ തെണ്ടി. പിടിക്കാവനെ. എന്നെ പിടിക്കേ. ഒരിടം കൂടി പോയെന്ന് കരുതിയാ മതി.
വഴിയറിയാതെ വിതുമ്പിയോ മേഘനമ്പരം ഏതു വിമുഖതലങ്ങളിൽ ജീവിതനൗകയിതേറുമോ ദൂരെ ദൂരെയായും തീരമില്ലയോ തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം വഴിയറിയാതെ വിതുമ്പിയോ മേഘനമ്പരം എവിടെ ശ്യാമകാനനരംഗം എവിടെ പൂവലൊഴിയും സ്വപ്നം കിരികളും പൂക്കളും നിറയുമെൻ പ്രിയവനം ഹൃദയം നിറയുമാർഗതയിൽ പറയൂ സ്നേഹകോകിലമേ ദൂരെയായി തീരമില്ലയോ തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം വഴിയറിയാതെ വിതുമ്പിയോ മേഘനമ്പരം ഉണരൂ മോഹവീണയിലുണരൂ സ്വരമായി രാഗസൗരഭമണി ഉണരൂ കൈകളിൽ തഴുകുമിൽ കേളി കരളിൽ നിരരുമാശകളായി മൊഴിയൂ സ്നേഹകോകിലമേ ദൂരെ ദൂരെയായി തീരമില്ലയോ തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം വഴിയറിയാതെ വിതുമ്പിയോ മേഘനമ്പരം ഏതു വിമുഖതലങ്ങളിൽ ജീവിതനൗകയിതേറുമോ ദൂരെ ദൂരെയായി തീരമില്ലയോ തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം വഴിയറിയാതെ വിതുമ്പിയോ മേഘനമ്പരം എന്നെക്കാട് ഒന്ന് വെയിറ്റ് ചെയ്യണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശരി അച്ഛോ.
തൊഴിലാളികളെ മടുപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരു ചുക്കും ചെയ്യാനൊക്കില്ലെന്നേ. തേയില കൃഷി അതോർമ്മ വേണം. കൂലി മാത്രമല്ല കാര്യം, അവന്മാരെ മയക്കാൻ കൂടെ അറിയണം. ഞാൻ തന്നെ കഴിഞ്ഞ മാസം എന്നക്കടോ എന്നാ ഞങ്ങൾ അങ്ങോട്ട് നിൽക്കാം. ശരി. എന്താടോ തന്നെ ഈടെ പള്ളിയിലോട്ടൊന്നും കാണുന്നില്ല? അത് എന്ത് പറയാനാണ് വെച്ചോ, ഫാക്ടറിക്ക് ആരെങ്കിലും ബിസിനസ് ടൂറും ഒക്കെ ആയിട്ട്. ആ, എന്തായാലും താൻ ഇന്ന് വന്നത് നന്നായി. ആരോടാവെന്ന് പറയാമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. കുട്ടനാട്ടിൽ നിന്ന് അച്ഛന്റെ കത്തുമായിട്ട് ഇവിടെ രണ്ടുപേര് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കാനാ. താൻ വിചാരിച്ച എളുപ്പത്തിൽ നടക്കുമല്ലോ. ജോലി എന്ന് വെച്ചാ കൂലിപ്പണി മതി. തന്റെ ഏതെങ്കിലും ഒരു എസ്റ്റേറ്റ് ശരിപ്പെടുത്തി കൊടുക്കണോ? ആ, ഇവരെ പറ്റിയാ ഞാൻ പറഞ്ഞത്. ഇത്രയും പ്രായമുള്ളവര് തണുപ്പൊക്കെ സഹിക്കുക വെച്ചോ? ഞങ്ങൾ എന്ത് സഹിക്കാൻ തയ്യാറാ, ഒരു ജോലി കിട്ടിയാ മതി. എന്നാ ഇവര് ഗ്രീൻ വാലി എസ്റ്റേറ്റോട് പോയിക്കോട്ടെ. ഞാൻ മാനേജറോട് വിളിച്ച് പറഞ്ഞേക്കാം. അച്ഛൻ പറഞ്ഞ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ചെല്ലട്ടെ, ഫ്രണ്ട്സ് കാത്തിരിക്കുക. ആട്ടെ, അടുത്ത ഞായറാഴ്ച വരുമ്പോ തന്റെ ഭാര്യയും കുട്ടികളും കൊണ്ടുവരാൻ മറക്കണ്ട. ശരി അച്ഛോ. പറഞ്ഞത് കേട്ടല്ലോ, വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. വളരെ ഉപകാരം അച്ചോ. ഈശോമിശിഹായെ സ്തുതിയായിരിക്കും. എല്ലാ ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അല്ല, കയ്യിൽ വല്ല കമ്പിളിയോ സ്വെറ്ററോ മറ്റോ ഉണ്ടോ? ആ, നിങ്ങൾ നിൽക്ക്. ഇവിടെ പഴയതൊല്ലോ ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. കർത്താവേ, എന്റെ മോനെ നേർവഴിക്ക് നടത്തണേ, സൽബുദ്ധി കൊടുക്കണേ. ഉർമിസേ, അമ്മ പറഞ്ഞതെല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. പുതിയൊരു സ്ഥലത്തേക്കാണ് ഇനി പോകുന്നത്. അവിടെ നമ്മളല്ലാതെ നമുക്കാരും ഉണ്ടാവില്ല. അവിടെ ചെന്ന് എന്റെ മോൻ പഴയ പോലെ ഒന്നും പെരുമാറരുത്. ഇനിയെങ്കിലും എല്ലാം കണ്ടറിഞ്ഞ് നീ ചെയ്യണം. ആരോടും വലിയ അടുപ്പമൊന്നും കാണിക്കാൻ നിൽക്കണ്ട. മറ്റുള്ളവർ നിന്നിട്ട് തട്ടിക്കളിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. അമ്മയ്ക്ക് വയസ്സായി. ഇനി ഏറെക്കാലമൊന്നും ഞാൻ നിന്റെ ഒപ്പം ഉണ്ടായെന്ന് വരില്ല. എന്റെ മോൻ സ്വന്തം കാലിൽ നിൽക്കുന്ന കണ്ടിട്ട് കണ്ണടയ്ക്കണമെന്നുണ്ട്. ഇല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ പോലും നിന്നെ ഓർത്തെനിക്ക്. എന്തിനാ അമ്മ കരയുന്നത്? അന്നത്തെ പണിന് ഞാനൊന്നും ചെയ്യാല. അമ്മ പറയണ പോലെ കേട്ടോളാം. എന്നാ അമ്മയുടെ തല തൊട്ട് സത്യം ചെയ്യും. കർത്താവാണ്, അമ്മയാണ്. ഞാൻ അമ്മ പറയണ പോലെ കേട്ടോളാം. കർത്താവിന്റെ മുന്നിൽ വെച്ചാ നീ സത്യം ചെയ്തത്. അത് തെറ്റിച്ചാ എന്തായിരിക്കും ഫലമെന്ന് അറിയാലോ. നരകത്തിൽ പോകേണ്ടി വരും. നീ മാത്രമല്ല, ഞാനും. അവിടെ കെടാത്ത തീയുണ്ട്. അതില് നമ്മൾ. വേണ്ട, ഇനി ഞാൻ അമ്മ പറയണ പോലെ കേട്ടോളാം. ഓ, എന്ത് രസല്ലേ! ഒന്ന് വേഗം വാമ്മേ. അമ്മേ, തോണ്ട അത് കണ്ടോ? തോണ്ടല്ല അവിടെ. നമുക്ക് ആ സ്ഥലം വാങ്ങാമേ. ആ മരത്തിന്റെ അവിടെ നമ്മുടെ വീട്. അതിന് ചുറ്റും മുയലും ആട്ടും കുഞ്ഞുങ്ങളും പശുക്കിടാവും ഒക്കെ. അതിന്റെ നടുക്ക് ഞാനും അമ്മയും മാത്രം. നല്ല രസമായിരിക്കും അല്ലേ അമ്മേ? അതെപ്പോഴാ വാങ്ങിക്കുന്ന അമ്മേ? ഒക്കെ വാങ്ങണം. നീ നല്ലോണം പണിയെടുത്ത് കാശുണ്ടാക്ക്. എന്നാ വാ, പോകാം. വാടാ. ആരാ? എന്താ? മാനേജർ സാറിനെ ഒന്ന് കാണാന്. അവിടെ ആഫീസിൽ കാണും.
നീ ഇവിടെ തന്നെ നിന്നോ, ഞാൻ പോയി കണ്ടിട്ട് വരാം. നീ എന്തെടുക്കും അവിടെ? എന്റെ മോന് ഞങ്ങൾ മാനേജർ സാറിനെ കാണാൻ വന്നതാ. വാ പോകാം. മൂപ്പിനെ കണ്ടോ താമോട്ടാ? ഉച്ച തൊട്ട് അന്വേഷിക്കാൻ തുടങ്ങിയതാ. ഇന്നിങ്ങി വരട്ടെ. വീട്ടിൽ ആരുണ്ടോ ഉപ്പുണ്ടോ എന്നൊന്നും ചിന്തയില്ല. എവിടെങ്കിലും പോയി കടന്നോളൂ. അപ്പനെ കണ്ടോ? നിങ്ങൾക്ക് തന്നെ വെള്ളം വാങ്ങിച്ചു കൊടുത്ത് പൂസാക്കുന്നേ. വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണെന്ന് നോക്കണ്ടല്ലോ. അതല്ല എങ്കിട്ട് എന്ന പ്രയോജനം? അപ്പനെ കണ്ടായിരുന്നോ? ആഹാ, അവിടെ ഇരിക്കുവാന്നോ? മതി കുടിപ്പിച്ചത്. ഇനി വിട്ടേ. അതിനിവിടെ ഉണ്ടായിട്ട് വേണ്ടേ? നീങ്ങുവാ, രണ്ടുപേരും തിരക്ക് നിൽക്കുവാ. മൂപ്പന്റെ മോളാ. എവര് മൂപ്പനെ തിരക്ക് വന്നിരിക്കുവാ. ഞാനും അങ്ങനെ തിരക്കി തന്നെ നടക്കുന്നത്. മാനേജർ സാറ് പറഞ്ഞു മൂപ്പനെ കണ്ട വീടിന്റെ ജോലിക്ക് ചേർന്നതാ. ഈ അപ്പ ഇത് എവിടെ പോയി കിടക്കാന്ന് ആർക്കറിയാം? നിങ്ങളത്തെ പോലെ മുങ്ങി കാണും. പോയിട്ടിങ്ങ് വരുമല്ലോ. നിങ്ങൾ വാ വാ. ഈ അപ്പൻ എപ്പോഴും ആർക്കറിയാം? നിങ്ങൾ വീട്ടിലോട്ട് കയറിയിരിക്കേ. ആഹാ, കോഴിയെ കണ്ണു വെക്കാണോ? കയറിയിരിക്കേ. അമ്മ ഇരിക്കേ, ഞാൻ ഇപ്പൊ വരാം. അമ്മേ, കോഴിക്കുഞ്ഞിന് എത്ര നിറങ്ങളാ? ഒന്നിനെ ഞാൻ എടുത്തോട്ടെ. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ജീവനെ കൈവെടിഞ്ഞു. വീടത്തി നിങ്ങൾ വേഗം പൊക്കോ. സൂസിയുടെ വായിരിക്കുന്ന നിങ്ങളും കൂടി കേൾക്കേണ്ടി വരും. ചുമട്ടൂല്ല നാളെ ചായക്കടയിൽ വരുമ്പോ തരാ. സുസി മോളെ, മോളെ അപ്പനെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്, വേണേ എടുത്തോ. സ്ഥലം വിട്ടോ, പുലിവാല. അയാൾ ചത്തുവേ. കള്ളും കുടിച്ച് ദിവസം ഓരോ വേല ഇറക്കിക്കൊണ്ട് വരും. മനസ്സിലായി? എനിക്ക് വേറെ ആളുള്ളത് കൊണ്ട് കൊള്ളാം. ഇല്ല എന്റെ വായിലിരിക്കുന്ന കേട്ടാന്. അപ്പൊ എനിക്ക് അവരെ കാണാൻ വന്നിരിക്കുക ഇവര്. ഞങ്ങള് ഇപ്പൊ എന്ത് പറഞ്ഞാലും അപ്പന്റെ തലയിൽ ഒന്നും കേറുകയല്ല. ദേ താക്കോൽ ഞാൻ എടുത്തു കൊടുക്കാം. താക്കോല് എന്തിനാ? കാശ് താക്കോല് വാങ്ങിക്കാം.
അമ്മേ, ഉം. അയാളെന്താ ചത്ത പോലെ വന്നേ? ആ പെങ്കൊച്ചു പറഞ്ഞ നീ കേട്ടില്ലേ? ഈ കോഴിക്കുഞ്ഞിന് എന്താ നീല നിറം? ഓ, നീ ഈ ചോദ്യങ്ങൾ നിർത്തിട്ട് ഇതൊക്കെ ഒന്ന് പെറുക്കി അടുക്കി വെക്ക. ഞാൻ വല്ലതും ഉണ്ടാക്കാൻ നോക്കട്ടെ. ആഹാ, പുറത്ത് തുടങ്ങിയോ? അപ്പനങ്ങോട്ട് വരാൻ പറഞ്ഞു. ഓ വണ്ടാര വടങ്ങാൻ നേരെ ഉരുട്ടിയാ പിന്നെ ഇതാ കറണ്ടില്ല. ഈ സൂര്യന്റെ കൂടെ വരത്തുള്ളൂ. അതൊക്കെ പോട്ടെ. അപ്പോഴേ മുതലാളി പറഞ്ഞയച്ചോണ്ടൊന്നും ഒരു കാര്യവുമില്ല. ആ മാനേജറുടെ ദുർഭരണമായി ഇവിടെ. മുതലാളിക്ക് ഇതിൽ ഇടപെടാനൊട്ട് സമയവും ഇല്ല. എതിർത്തവരെയൊക്കെ പറഞ്ഞയച്ചു പല വിധത്തിൽ. നമ്മളോട് ആളൊന്നും പറഞ്ഞില്ലയോ? ഇല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒന്നും പറഞ്ഞില്ലയോ? ഇല്ല. ഇയാളൊന്നും മിണ്ടുകയില്ലയോ? അധികം മിണ്ടില്ല, പക്ഷെ നല്ലോണം പണിയിട്ടു. പോത്തനെപ്പോലെ. പണി ചെയ്താലും ഇല്ലേലും തട്ടാന്റെ തൊടിയിലെ മുയലിനെ പോലെ ഈ നാട്ടിൽ പൊറുക്കാനൊക്കൂ. പേടിച്ചരണ്ട്. ഇവിടെ മുയലുണ്ടോ? മുയലോ? അല്ല, ഇവന് മുയലിന് വലിയ ഇഷ്ടാ. ഓ, മുയലിറച്ചിയല്ലയോ? പഷ്ട. ഇറച്ചിയല്ല, ജീവനുള്ള മുയല്. തടവൻ. തടവാനോ? എടാ ഉറുമിസേ, നീ ഇത് കഴിച്ചേ. എനിക്ക് വേണ്ട, ഇത് കഞ്ഞിയാ. എനിക്ക് പുട്ട് മതി. പുട്ടോ? എനിക്ക് പുട്ടാ ഇഷ്ടം. എല്ലാരും എന്നെ പുട്ടൊരുമിസ് എന്നാ വിളിക്കുന്നത്. ചെറുത് എന്നതാ അവന് വാലും തലയും ഇല്ലാത്തൊരു സംസാരം? അല്ല, അധികം ഇന്ത്യ പുളിങ്ങുന്നതിനെ പോലെ ഇവിടെ നിന്ന് ഓടിച്ചിടാൻ അമ്മ പറഞ്ഞു. ഓടിച്ചു വിട്ടെന്നോ? അല്ല, അവിടെ മുതലാളിയുടെ കൈ ഓടിച്ചപ്പോ എല്ലാരും കൂടെ ഓടിച്ചു വിട്ടതാ. കൈ ഓടിച്ചെന്നോ? ആ, ചെറുതെ പിടിച്ചപ്പോ ഓടിച്ചു പോയി. എന്റെ കർത്താവേ. ഇതാണ് എന്റെ മോൻ. എന്തെപ്പ പറയണമെന്നറിയില്ല. ബുദ്ധി വളരാതെ. ഞാൻ കാല് പിടിക്കാം. ദൈവത്തെ ഓർത്ത് ഇതാരോടും പറയരുത്. പിന്നെ ആരും ഇവനെ ജോലിക്ക് എടുക്കില്ല. ഞാനല്ലാതെ ആരും ഇല്ല ഇവന്. അമ്മ കരയാതെ കഞ്ഞി കുടിക്കേ. ഞാനിത് ആരോടും പറയത്തില്ല. അൽക്കുലത്ത് ഉണ്ടാക്കാതെ നടന്നാൽ നിങ്ങൾക്കും കൊള്ളാം. ചേട്ടത്തി കഞ്ഞി കുടിക്കേ. come on. ഓ, ഇതാ കിട്ടി. സാറിനെ സമ്മതിച്ചിരിക്കുന്നു. എവിടെ ഇപ്പൊ തന്നെ റെഡി ആയിക്കോ. ഓ, നീ അല്ലാതെ ആരെങ്കിലും മാനേജർ സാറിന്റെ മുന്നിൽ ചെന്ന് ചാടുവോ പന്നിയെ? ഹലോ. ആ, ഞാൻ വിചാരിച്ചു നീ ഉറങ്ങിക്കാണുമെന്ന്. ഇന്ന് നല്ല മൂഡിലാണല്ലോ. കുറെ ദിവസങ്ങളായി ഞാൻ അവനെ നോട്ട് വിട്ടിട്ട്. ഇന്ന് അവനെ കിട്ടി. അല്ലെങ്കിലും മനസ്സിലെന്തെങ്കിലും വിചാരിച്ചാൽ അത് സാധിക്കാതെ പിന്മാറുന്ന സ്വഭാവം ശിവനില്ലല്ലോ. തരാം, എല്ലാവർക്കും കൊടുക്കണ്ടേ? മാധവ, ഓ മാധവ, ഞാൻ വരണു. വേറെ സഹിക്കാൻ വയ്യ. ഇന്നത്തെ മുഴുവൻ തീർന്നോ? ഇത് ഇന്നലെ രാത്രിയിലേ തീർന്നു. ഭയങ്കര തണുപ്പല്ലായിരുന്നോ? ഞാൻ ഈ ചായക്കടയുടെ കൂടെ വാറ്റും കൂടി തുടങ്ങില്ലായിരുന്നെങ്കിൽ മൂപ്പനെ പോലുള്ളവർ വിറച്ച് ചത്തേനെ. തന്റെ അമോണിയം സൾഫേറ്റ് കഴിച്ചാ 40 വയസ്സുകാരനായ ഞാൻ 80 വയസ്സുകാരന്റെ കോലത്തിലായത്. 2 പരിപ്പൂടെ തടോ. ഇന്ന് തണുപ്പ് ലേശം കുറവുണ്ട്, ഇല്ലയോടാ മുത്തു? ആമാ. ഒന്ന് വേഗം കഴിക്കാം. എനിക്കൊരു ഉച്ചയുടെ വേണം. ഓ, ഇതെന്നാ തീറ്റിയാടാ ഉറുമീസേ?
ദൈവം പൊറുക്കല്ലേ കേട്ടോ. ആ ആദ്യമായിട്ട് പണിക്ക് പോകുന്നില്ലയോ? തിന്നോ പേര് തരാം. ഒരു ടീ ഉടനെ. ആഹാ കഴിഞ്ഞില്ലേ? എല്ലാരും പെട്ടെന്ന് തീർത്തിട്ട് വണ്ടിയിലേക്ക് കയറ്. അക്കൗണ്ടിൽ കൊടുക്കണേ. എന്താ ജയന്തി, സുഖമാണോ? എന്ത് പറയാനാ സാറേ, കഴിയുന്നു. ഈയിടെയായിട്ട് നിന്റെ ആട്ടിന് സ്പീഡ് തീരെ പോരാ. ഓ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞോളാവേ. ശരി ശരി, നടക്കട്ടെ. പിടിക്കേണ്ട അവസ്ഥയൊന്നും ആയിട്ടില്ലടാ. മാതാവേ. എന്താടാ സമയത്തിനൊക്കെ വന്നൂടെ? നീ ഇന്നലെ എവിടെയായിരുന്നു? ഓ, യൂണിയൻ ഉണ്ടാക്കാൻ നടക്കല്ലേ? വന്ന് കേറിയിട്ട് 3 മാസം ആയിട്ടില്ല. അതിനു മുമ്പ് തുടങ്ങി. ആ കേറ്. സുഖമല്ലോടി മോളെ? വണക്കം സാർ. വണക്കം സാർ. Penny, go. ഇറക്കണ താഴെ. നിന്നോടാ പറഞ്ഞ് താഴെ ഇറക്കാൻ. ഇറക്കണ അവളെ. ഈ പെണ്ണിനെ പൊക്കിയെടുക്കാൻ നിന്നോട് ആര് പറഞ്ഞു? പട്ടി. ഓ, പട്ടി വന്നാ നീ ഏത് പെണ്ണിനെ പൊക്കും അല്ലടാ റാസ്കൽ. ബ്ലഡി റാസ്കൽ. തടിമെടുക്കൊണ്ടെന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാ മതി. ഇവിടെ നടക്കത്തില്ല. എനിക്കിവിടെ നിക്കണ്ട. എനിക്കിവിടെ നിക്കണ്ട. പിന്നെ എന്നെ എന്തിനാണ് തല്ലിയത്? എനിക്ക് നല്ലോണമെന്നുണ്ട്. നീ എനിക്ക് വേണ്ടിയാ സഹിച്ചെന്നറിയാം മോനെ. എല്ലാ കാര്യവും നീ ഇതുപോലെ ക്ഷമിച്ച് സഹിച്ച് ചെയ്ത ഒരു കുഴപ്പവുമില്ലാതെ നമുക്കിവിടെ ജീവിക്കാം.
എന്റെ മോൻ നല്ലതാ. ഞാൻ പോവും. നമ്മൾ ഇനി എവിടെ പോകും മോനെ? മോന് വിശക്കുന്നുണ്ടോ? അമ്മ പുട്ടുണ്ടാക്കി തരട്ടെ? ഒന്നും പറയണ്ട എന്റെ ചേട്ടത്തിയെ. പുതിയതായി ഇവിടെ വരുന്നവർക്കെല്ലാം കിട്ടുന്നതായി ഈ അടി. ആ സാത്താന്റെ ദുശീലമായി ഇതൊക്കെ. എന്റെ മോളെ തന്നെ മിക്കവാറും അവൻ പട്ടി വിട്ട് ഓടിക്കും. ചോദിച്ചാ പറയുന്നതേ പട്ടിക്ക് വ്യായാമത്തിനാന്നാ. ഇങ്ങനെ മനുഷ്യരുണ്ടോ? അവൻ മനുഷ്യനല്ല, മൃഗവാ. അവന്റെ നീ അപ്പുറത്തോട്ട് പോച്ചേ. ചേട്ടത്തിക്ക് അറിയത്തില്ല ഇവിടുത്തെ കാര്യങ്ങള്. എന്റെ അപ്പനും ഇപ്പോഴത്തെ മുതലാളിയുടെ അപ്പൻ വലിയ തെന്നക്കാടനും ചേർന്നാണ് ഈ കണ്ട ഇടമെല്ലാം വെട്ടിപ്പിടിച്ചത്. അന്ന് ഞാൻ കൊച്ചു മുതലാളി സ്റ്റീഫൻ കൈക്കുഞ്ഞും. മുതലാളിയുടെ മരണശേഷം ഇതിന്റെ എല്ലാ ചുമതലയും സ്റ്റീഫൻ ഏറ്റെടുത്തു. അന്ന് മുതൽ കൊച്ചു മുതലാളിയുടെ കൂടെ തോട്ടപ്പുഴു പോലെ ഒട്ടിയവനാ ഈ ശിവൻ. അവന് ഡ്രൈവർ പണി മാത്രമായിരുന്നില്ല. മുതലാളി ചെറുപ്പം, സുന്ദരൻ, ശുദ്ധൻ, കയ്യിലാന്ന ഇഷ്ടം പോലെ കാശ്. വഴിതെറ്റാൻ ഇനി വേറെ വല്ലതും വേണോ ചേട്ടത്തിയെ? അങ്ങനെ ഒരു ചുറ്റിക്കളിയിലുണ്ടായ പെണ്ണാ ഇവള്. ഏത്? ശിവന്റെ ഭാര്യ സുഭദ്ര. അന്ന് എന്തോ പ്രശ്നം ഉണ്ടായപ്പോ പെണ്ണിനെ കൊച്ചു മുതലാളി ശിവന്റെ തലയെ കെട്ടിവെച്ചു. അതോടെ ഡ്രൈവർ മാനേജരായി, പണമായി, പത്രാസായി, ആരെയും പേടിയില്ലാണ്ടുമായി. ഇപ്പോഴും അവിടെ കയ്യിലാ ഈ കൊച്ചു തെന്നക്കാടൻ. അതുകൊണ്ട് അവനിവിടെ എന്തും ചെയ്യാം. ചോദിക്കാനും പറയാനും ആർക്കും ധൈര്യമില്ലെന്നേ. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതാ രണ്ട് പറയാൻ. പിന്നെന്താന്ന് വെച്ചാ എന്റെ മോൾ ഒറ്റയ്ക്കായി പോവും. ഇവിടെ നിട്ട് പോയാലോ എന്നൊരു ആലോചിച്ചതാ. പക്ഷെ കഴിയുന്നില്ല. എന്റെ സൂസി അമ്മച്ചി ഇവിടുത്തെ കുഴിമാടത്തിൽ. ഞാൻ കാരണം ഒരുപാട് അടി കൊണ്ടുവല്ലേ? എനിക്ക് വേദന എടുത്തില്ല. എനിക്ക് ഒത്തിരി സങ്കടം വന്നു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്നെ അങ്ങനെ അടുത്ത് പൊക്കുമെന്ന്. അല്ലെ പട്ടി ഒന്ന് കടിക്കലായിരുന്നു. പക്ഷെ ആർക്കും ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ആ എനിക്ക് തോന്നി. ഇയാളെ ഞാൻ എന്താ വിളിക്കണ്ടേ? അതിപ്പോ പുട്ടെന്നെ വിളിച്ചാ മതി. പുട്ടോ? ആ പുട്ട്. ഏയ്, ഇത് എവിടെ ഇടണ്ടേ? അവിടെ ഇട്ടേക്ക്. എന്താ തരുന്നേ? മയില്. മുയലിനെ ഇഷ്ടമാ? ആ പെണ്ണിനെ പൊക്കിയെടുത്ത് കുറെ നേരം നിന്നപ്പോ കൈ കുഴഞ്ഞില്ലേ? അത് കാണാൻ നല്ല രസായിരുന്നു. ഞാൻ പോവാ. എസ്റ്റേറ്റ് മാനേജറാണെന്ന് പറഞ്ഞ് പട്ടിപിടുത്തക്കാരെ പോലെ പട്ടയം പിടിച്ച് കിടന്നാ പോരാ. ജോലി ചെയ്യുന്നവന് കൂലി കൊടുക്കണം. അതേന്ന് പിന്നെ എന്നതാ നമ്മള് വെയിലേന്ന് ജീവിക്കുവോ? അതൊക്കെ പോട്ടെ, ഇതൊക്കെ നോക്കാനും കാക്കാനും കഴിവ് വേണം. വളയം പിടിച്ച് കിടന്നവനല്ലയോ ഇതൊക്കെ ഇവിടെ എന്ന് പറയും. അയാളെ കാണുമ്പോഴേ മുട്ടിടിക്കും. അതെ, ഇവിടുത്തെ തണുപ്പുണ്ടാ? തണുത്താ വിറക്കത്തേ ഉള്ളൂ, മുട്ടിടിക്കത്തില്ല. ഭയം സന്ദേഹമേ അല്ലേ? ഭയം മണ്ണാൻ കേട്ട. ഒരു സന്ദർഭം വരട്ടെ, മൂപ്പനാരാതെ കാണിച്ചു തരാം. ശരി, എന്നാ എന്റെ കൂടെ ഒന്ന് പറയാം. പിന്നെന്താ, ഇവിടെയും പറയും, അവിടെയും പറയും, എവിടെയും പറയും. എടീ, ഒരു കുപ്പിയും എടുക്ക്. എന്താടോ ഉച്ചത്തിലൊരു സംസാരം? രണ്ടെണ്ണം അകത്ത് ചെല്ലുമ്പം പലതും വിളിച്ചു കൂകണമെന്ന് തോന്നുന്നുണ്ടല്ലേ? അങ്ങനെ തോന്നുമ്പോഴേ അങ്ങ് താഴ്വാരത്തോ ആറ്റിൻകരയിലോ എവിടെയെങ്കിലും ചെന്നിരുന്ന് പറഞ്ഞാ മതി.
ഇല്ലെങ്കിൽ പിന്നെ പറയാൻ നാക്ക് കാണില്ല. നേരെ ഒത്തിരിയായി, ഞാൻ വീട്ടിൽ പോട്ടെ. മോൾ ഒച്ചയ്ക്കേ ഉള്ളൂ. നിലവിലെ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. ചോദിക്കേ, തൊഴിലാളികള് ഇന്നലെ നുള്ളിയത് ഉണങ്ങാനിട്ടോ? ഇങ്ങനെ ഒരു എസ്റ്റേറ്റ് ലോകത്തൊരിടത്തും ഉണ്ടാവത്തില്ല. എല്ലായിടത്തും തൊഴിലാളികൾക്ക് യൂണിയനൊക്കെ ഉള്ളതാ. ഇവിടെ മാത്രം എന്താ? ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? അപ്പോഴേ കാശോ അല്ല, ഞാൻ പറ്റിക്കോളാം. ഇവനാരാ നമ്മളൊക്കെ വരട്ടാൻ? ആനയും പേടിക്കണം, ആന പിണ്ടത്തിനെയും പേടിക്കണം. തൊഴിലാളി വർഗത്തിൽ മതി മതി മതി. കങ്കാണി മൂപ്പരാന്ന് പറഞ്ഞ് നടന്നാ പോരാ, നട്ടല് വേണം. എനിക്കറിയാം, ഞാൻ ഒറ്റയ്ക്കായിരിക്കും. എന്തായാലും തൊഴിലാളികൾക്ക് കിട്ടേണ്ട ന്യായമായ അവകാശങ്ങൾ ഞാൻ ചോദിച്ചെന്നെ വാങ്ങും. എന്താ ചെയ്യാ, മുടിച്ചതാ? കുറച്ചുകൂടെ ഉണ്ട്. ഓർത്ത് ടൈം വെച്ച് ശീഘ്രം ആവട്ടെ. ജോലി ജാസ്തി എടുത്ത് വെച്ചാ കൂലിയൊന്നും ജാസ്തി കിടക്കാതെ. മുടി നോന്ന്. നീ ഇന്നലെ ചാരായക്കടയിൽ നിന്നെന്തോ വീമ്പിളക്കിന്ന് കേട്ടല്ലോ. എടാ കൊച്ചനെ, ഈ എസ്റ്റേറ്റിൽ ഒരു ഇല അനങ്ങിയ കൂടെ എനിക്കറിയാം. സാറേ, ഞങ്ങളൊന്നും അറിയുന്നില്ല എന്ന് ധരിക്കണ്ട. മുതലാളി അറിയാതെ ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അയ്യേ, എന്താടോ ഇത്? ഞാനും നിങ്ങളെപ്പോലെ ഒരു തൊഴിലാളിയല്ലേ. ശമ്പളം കൂടുതൽ കിട്ടിയാൽ എനിക്കും നല്ലതല്ലേ. താൻ പേടിക്കണ്ട. എന്തായാലും ഞാൻ ഈ കാര്യങ്ങളെല്ലാം മുതലാളി അറിയിച്ച് ഒരു തീരുമാനം ഉണ്ടായിക്കൊള്ളാം. എന്താ? എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്താൽ കൊള്ളാം. ഞാൻ ഏറ്റവുന്നേ ചെല്ല്, ജോലി നടക്കട്ടെ. ഓ കുട്ടി ഇവിടെ വന്ന് ഒത്തിരിക്ക. ഇന്ന് പണിക്ക് പോയില്ല അല്ലേ? പിന്നെ എപ്പോ നോക്കിയാലും ഒരു പണി. പുളിങ്ങുന്ന കളിക്കാൻ എത്ര പേരായിരുന്നു. ജോ, മോൻ, ഉണ്ണി, ബാബു ഒക്കെ. ഞങ്ങൾ പന്ത് കളിക്കും, ആറ്റിച്ചാഴും, മീൻ പിടിക്കും. ചിലപ്പോ ഇത്രയും വലിയ മീൻ കിട്ടും. ഇത്രയും വലിയ മീനോ? അത്രയല്ല, ഇത്ര. ഓ, അവരൊക്കെ ഇവിടെ വന്നിരുന്നെങ്കിൽ ഇഷ്ടം പോലെ കളിക്കാൻ കൂട്ടുകാരായനെ. ആഹാ, അപ്പൊ എന്നെ കൂടെ കൂട്ടുവോ? താൻ പെണ്ണല്ലേ? ഓ, അപ്പൊ എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമാ. അതൊന്നും എനിക്കറിയണ്ട. എന്തായാലും ഇന്ന് ആ ലോഡുകൾ ഇവിടുന്ന് പോയിരിക്കണം. പക്ഷേ സാർ, ചെക്ക് പോസ്റ്റില് അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അറിയാലോ, നാളെ മുതലാളി ഇവിടെ എത്തും. എന്തൊക്കെയാ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ കഞ്ചാവ് വിഷയെ പറ്റി തൊഴിലാളികൾ അതും ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. ഗോവിന്ദ, വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ? ഉണ്ട് സർ. ചെക്ക് പോസ്റ്റ് വരെ നീ കൂടി ഇവരുടെ പോയിട്ട് വാ. ശരി സർ. എന്നാ നിങ്ങൾ ചെല്ല്. ഹലോ, ഇല്ല, സ്പീക്കിംഗ്. ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. എനിക്കറിയാം, ഞാൻ പറഞ്ഞാൽ മറക്കില്ലെന്ന്. ഒറിജിനൽ റൂബി തന്നെ കിട്ടിയല്ലോ. നേരത്തെ എത്തണം, ഡിന്നർ ഞാൻ തയ്യാറാക്കുന്നുണ്ട്. ശരി, നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്. മുതലാളി നാളെ ഉച്ചയ്ക്ക് എത്തുമെന്ന്. എന്തിനാ ശിവൻ ഇത്രയും പൊസസീവ് ആകുന്നത്? മറ്റൊരാളുടെ വെപ്പാട്ടിയെ ഭാര്യയാക്കിയാൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഇവിടെ ശിവൻ ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ ഈ വാക്ക് അയാൾ ഉപയോഗിക്കും. അയാൾ ഒരു ചുക്കും ചെയ്യില്ല. എനിക്കറിയാം അയാൾ എന്ത് ചെയ്യണമെന്ന്. ആഹാ, നമ്മ മുതലാളി പറഞ്ഞാലേ ടീക്കറ്റെല്ലാം കംപ്ലീറ്റ് നിപ്പാട്ടിയാച്ചാ. കുറെ നാളുകൂടി വരികയല്ലേ, ഇപ്പോഴേ വല്ലതും വിൽക്കാൻ പറ്റൂ. എല്ലാവരും അടിച്ച് ഫിറ്റ് ആകും. അതുകൊണ്ട് ആവശ്യത്തിന് സ്റ്റോക്ക് കരുതുക. அப்படியே ஒரு போட்டில் கொடுங்க. நான் முதல்ல கொஞ்சம் டேஸ்ட் பார்க்கறேன். നോക്ക് നോക്ക്, സ്പെഷ്യലാ. ஆஹா, என்னமா சௌக்கியமா? എന്തോ ஒண்ணும் இல்ல. എന്തേടി, എന്റെ ചെവി പൊട്ടിപ്പോയോ? വിസിലടിക്കുന്ന കേട്ടില്ലേ?
മുതലാളി വരുമ്പോഴേ കഴിഞ്ഞ പണി വിസിലടിച്ചു പോവേ. ഞങ്ങൾ നോക്കിക്കോളാം. എന്ത് ഞങ്ങൾ നോക്കിക്കൊള്ളാന്നു? നിങ്ങൾ എന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യം നോക്കി? എല്ലാരും വന്നേ. മുതലാളി വന്നു. നമസ്കാരം. എന്താണോ മുപ്പ, പണിയൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം മുറക്കി നടക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്, പണിയൊക്കെ പഠിച്ചാടോ? മുതലാളി വരുമ്പോഴാ എല്ലാവർക്കും ഒരു ഉഷാറ്. ആമാ മുതലാളി, ഇന്നാടോ മുപ്പ പതിവ് എല്ലാവർക്കും വിധിച്ചു. എല്ലാരും പോയി പണി ചെയ്ത് തരാം. കണക്കായി. ഓടാ മുതലാളി, ആ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഉം. ഈ തോട്ടം നല്ല നിലയിൽ നടക്കണമെന്നാ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പക്ഷേ ഇവിടുത്തെ നടത്തിപ്പത്ര ശരിയല്ല. മുതലാളി ഒന്ന് അന്വേഷിച്ച് നോക്കണം. കൃഷി തേയില ഓറഞ്ച് മാത്രമല്ല. എന്താടോ ശിവ ഇത്, എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. മുതലാളി കയറിയട്ടെ, ഞാൻ ബംഗ്ലാവിലോട്ട് എത്തിക്കോളാം. കയറിയട്ടെ പ്ലീസ്. എന്താടോ ജയ തനിക്ക് വേണ്ടത്? കൂലിക്കാര്യമല്ലേ, അതിന് മുതലാളി വന്ന് കയറിയതല്ലേ ഉള്ളൂ. കാര്യം ഞാൻ മുതലാളിയോട് പറയാം. നാളെ രാവിലെ എനിക്കൊരു തീരുമാനം കിട്ടണം. അല്ലെങ്കിൽ മുതലാളിയോട് ഞാനെല്ലാം തുറന്നങ്ങ് പറയും. മുതലാളി പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കാം. പോരെ? ഹലോ, ആ ഉച്ചയ്ക്ക് എത്തി. നാളെ എത്താം മോളെ. അതേന്നെ, ഐ വിൽ ബി ദയർ ഇൻ ദ മോർണിംഗ്. ഓക്കെ, പ്രോമിസ്. ഗുഡ് നൈറ്റ്. സർ, എസ്റ്റേറ്റിൽ നടത്തിയൊന്നും അത്ര ശരിയില്ലെന്ന് അവൻ പറയാൻ കാരണം എന്താ തൊഴിലാളികളുടെ പ്രശ്നം? പ്രശ്നം തൊഴിലാളികൾക്കല്ല, അവനാണ്. ഇവിടെ യൂണിയൻ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ്. അവൻ പണിയെടുക്കുകയില്ല, മറ്റുള്ളവരെ കൊണ്ട് പണിയെടുക്കാൻ സമ്മതിക്കത്തില്ല. ഇന്നാള് ഞാനൊന്ന് താക്കീത് ചെയ്തു, അതിന്റെ ചൊരുക്ക അവനെ. ശരി ശരി, അക്കൗണ്ട്സോടെ. അല്ല സർ, അക്കൗണ്ട്സ്. ദാ, തേയിലയും ഓറഞ്ചും ഇല്ലാതെ നമുക്കെന്താ വേറെ കൃഷി? അത് ആ കാട്ടിനടുത്ത് ഒഴിഞ്ഞിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഏലമിട്ടാലോ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഏലത്തിന്റെ കുറവല്ലേ ഉള്ളൂ. അത് ഇവിടെ വരുമ്പോ ഞങ്ങൾ പറയണമെന്ന് കരുതിയതാ. ഏതായാലും തന്റെ ഇഷ്ടം പോലെ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ മ്ലാവർച്ചി കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇന്ന് നല്ല നിലാവുള്ള ദിവസാ. ശിവനൊന്ന് പോയി നോക്കിയാലോ? എന്നാ താനൊന്ന് പോയി നോക്ക്. കഴിഞ്ഞ മാസത്തെ അക്കൗണ്ടിൽ എന്തോ ഒരു മിസ്റ്റേക്ക്. ഓ, ഇപ്പോഴാ ഒരു അക്കൗണ്ട്സ്.
അല്ല എവിടേക്ക് എത്ര ധൃതിയില് ആഘോഷിക്കാൻ പോവായിരിക്കും അല്ലേ? ഈ തേയില ഓറഞ്ചും അല്ലാതെ ഇവിടെ മറ്റെന്താണ് കൃഷി? കഞ്ചാവ് എവിടെയാണ് കൃഷി ഇറക്കിയിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഈ പഠിപ്പും ആരോഗ്യവും പിന്നെ നാക്കിന് കുറച്ച് നീളവും കൂടി ഉണ്ടായ എന്ത് എവിടെ വെച്ചും പറയാവുന്നതാണോ? സത്യമല്ലേ പറഞ്ഞത്? ആ? അതിലിപ്പോ എത്ര തെറ്റെന്താ? തെറ്റും ശരിയൊക്കെ ഇവ മനസ്സിലാക്കി തരും പിന്നെ. കണ്ണിൽ നിലാമുഖം, നെഞ്ചിൽ കിനാവിടം, കരളിൽ കടുംതുടി, കവിളിൽ ഇളന്തുടി, മാറിത്തുമുന്ന താളം കയ്യിൽ തട്ടിപ്പാടാൻ വരൂ തെന്നലെ, കോലമായി കൊഞ്ചം മാറി തഞ്ചി തഞ്ചി കൂടാൻ വരൂ തിങ്കളെ. മുട്ടുമാറുതേ இன்னும் கொஞ்சம் காலம் சுட்டித்தாளம் போடுங்க தட்டி தட்டக்க நெஞ்சில் கினாவிடம், கண்ணில் நிலாமுகம், கரளில் கடுந்தொடி, கவிழில் இளந்தொடி. கொஞ்சம் காலம் எட்டித்தாளம் போடுங்க தட்டி தட்ட நெஞ்சு கினாவிட, கண்ணில் நிலாமுகம், கரையில் கடுந்துடி, கரையில் இளந்துடி. திருமுகம் பார்த்தால் இவளொரு தாமர மலர பெரியவரசி, கதிராய் கதிரிடும் அழகு முழுகிறான். திருமுகம் பார்த்தால் இவளொரு தாமர மலர பெரியவரசி, கதிராய் கதிரிடும் அழகு முழுகிறான். நாட்டரங்கில் ஆரம்பமாய் கூத்து கூடுகையாய், மட்டும் மருதே இன்னும் கொஞ்சம் காலம் ஏற்றுக்காலம் போடுங்க தட்டி தட்ட நெஞ்சில் கினாவிட, கண்ணில் நிலாமுகம், கரணில் கடுந்துடி, கவிழில் இளந்துடி, மாறிக்கொள்ளும் அந்த தாளம் கையில் தட்டு பாடான் வரு தென்னலே, கோலம் மாறி கொஞ்சம் மாறி தஞ்சு தஞ்சு கூடான் வரு திங்களே. முத்து மாறுதே இன்னும் கொஞ்சம் காலம் ஏற்றுத்தாளம் போடுங்க தட்டி தட்ட நெஞ்சு கினாவிட, கண்ணு நிலாமுகம், கரளில் கடுந்தொடி, கவிழில் இளந்தொடி.
ആരോടായി ദേഷ്യം? പോയവൻ നിന്റെ മുതലാളി ഒരിക്കൽ പലിശ അടക്കം ഞാൻ അവന് തിരിച്ചു കൊടുക്കും. നീ നോക്കിയോ? ശിവൻ എന്ത് ചെയ്യാൻ പറ്റും? ശിവനെ ഈ പൊസിഷനിൽ എത്തിച്ചതേ സ്റ്റീഫനാ. വന്ന വഴി മറക്കണ്ട. ഐ നോ. നീ എന്നെ ചീറ്റ് ചെയ്യുക. അങ്ങനൊരു ധാരണ ശിവനുണ്ടെങ്കിൽ എനിക്കിനി ഇവിടെ നിൽക്കണമെന്നില്ല. ഞാൻ പോയേക്കാം. ഹലോ ഉണ്ണികൃഷ്ണൻ, ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. ചെന്നായ പിടിച്ചു തന്നെയാ. വേണ്ട എല്ലാം എഴുതിയിട്ട് ബോഡി ആശുപത്രിയോട്ട് കൊണ്ടുപോയിക്കോ. ഞാൻ അവിടെ എത്തിക്കോളാം. ശിവൻ കുറച്ച് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. ഓഫ് കോഴ്സ്, വൈ നോട്ട്? See you then. Bye. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ബോഡി പെട്ടെന്ന് കിട്ടാനുള്ള ഏർപ്പാട് ചെയ്യാം. പിന്നെ എല്ലാരും സൂക്ഷിച്ചോ. രാത്രി അധികം ഇറങ്ങി നടക്കണ്ട. ചെന്നായ്ക്കള് പിന്നെ ഇറങ്ങി. ചെന്നായ അവൻ തന്നെ ചെന്നായ. ഈ ശിവ താൻ ഈ ചാരായം അടിച്ചോട് ചപ്പളാച്ച് പറയല്ലേ? അയാളുടെ കാതിലെങ്ങനെ പറ്റിയാലേ തന്റെ കട്ടപ്പൊക്കെ ഞങ്ങൾ കാണേണ്ടി വരും. അവൻ ആരാ? അവന്റെ വിചാരം നമ്മളെല്ലാവരും മണ്ടന്മാരാന്നാ. ആ ദ്രോഹി തന്നെ ജയനെ കൊന്നത്. അവൻ അന്നേ പറഞ്ഞിരുന്നു അവന്റെ കൂടെ നമ്മൾ ആരും കാണുകയല്ലെന്ന്. ഉണ്ടായില്ലല്ലോ. അത് കൊലയാ? ആമാ, വാഴക്കൊല. എടാ മുത്തു, എനിക്കാരെയും പേടിയില്ല. ഈ ശിവൻ എനിക്ക് പുല്ലാണ്. താൻ എന്നെ കോക്കറിന്ന് കാണിക്കണ്ട. ഒരു ദിവസം 1.5 കുപ്പി അടിച്ചിട്ട് നേരെ ബംഗ്ലാവിലോട്ട് ചെല്ലും. സർവ കഥകളും വിളിച്ചു പറഞ്ഞ് അവന്റെ തൊലി ഉരിച്ച് ഞാൻ ഇവിടെ തൂക്കും. വാഴക്കൊല ഇവിടെ തൂക്കും. പോരെ? മതി. അത് ചെന്നായി കടിച്ചൊന്നുമല്ല. അയാളുടെ പട്ടിയില്ലേ, അതിനെ കൊണ്ട് കൊല്ലിച്ചതാ. പട്ടി ആളെ കൊല്ലുവോ? ആ പട്ടി അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. അത് നമ്മളെയും കൊല്ലുവോ? ചെലപ്പോ. നിന്നെ നിന്നെ കൊല്ലാൻ വന്നാ ഞാനതിനെ തല്ലിക്കൊല്ലും. ഒന്നിങ്ങി വന്നേ. ഞാൻ വരുന്നില്ല, പുട്ടിനെയാ വിളിച്ചേ. എന്തിനാ ആ പെണ്ണിന്റെ കൂടെ ചുറ്റി നടക്കുന്നേ? മുയലിനെ വേണോ? ഇതിനോട് ഇത്ര ഇഷ്ടം എന്താ? മടി വെച്ച് തടവാൻ. ആ പെണ്ണിനെ ഒന്നെടുത്ത് പൊക്കിയതുപോലെ എന്നെ പൊക്കാവോ? അയ്യോ, ഇപ്പൊ വേണ്ട. പിന്നെ പക്ഷേ എന്നെ എടുത്ത് പൊക്കിയാ അതാരോടും പറയരുത്. പറയോ?
ഇതാ മുയല്, ഇതാണ്, ഇത് പെണ്ണ്. ആ. അമ്മേ, അമ്മ ഉറങ്ങിയോ? നമ്മൾ അന്ന് കണ്ട ആ സ്ഥലമില്ലേ, നമ്മൾ വാങ്ങാൻ പോണ സ്ഥലം, അതിനെന്ത് വിലയാവും? അതിനെന്ത് വിലയാവും അമ്മേ? ഒരു 10,000-15,000 വരും. അതെത്രയാ? അതത്രേ, അത് തന്നെ. അത്രയും രൂപ അമ്മ എങ്ങനെ ഉണ്ടാക്കും? അതൊക്കെ ഉണ്ടാവും. നീ കിടന്നുറങ്ങ. ഈ മുയലിന് നാളെ ഒരു കൂടുണ്ടാക്കണം അല്ലേ? എവിടെയാണ് നിന്റെ അപ്പൻ? അപ്പനിന്ന് വന്നിട്ടില്ല. പോവാ. ശരി സാർ. ഞാൻ ഉടമ്പ് ശരിയല്ലേ ചൊല്ലിതാ ഇല്ലെങ്കിൽ ലീവ് എടുത്തേ. ആർക്ക് തെരിയ പോകുന്നത്? മുത്തു, ഓ എങ്കേടെ മൂപ്പ ഇങ്ങ് വരവല്ലേ സാർ? എവിടാ മൂപ്പൻ? നിന്റെ വായി നാക്കിലടാ. മൂപ്പൻ അങ്ങോട്ട് പോയി. എങ്ങോട്ട്? അങ്ങോട്ട്. നീ ഇന്ന് പണിക്ക് പോയില്ലേ? ഇതിനൊരു കൂടെ പണിയാ. ഇതെവിടെ നിന്ന് കിട്ടിടാ? ബംഗ്ലാവിൽ അവര് തന്നതാ. ഏതവര്? സാറിന്റെ അവര്. ബെന്നി, ബെന്നി, ക്യാറ്റ്. വാ. പട്ടി ഇവനെ കൊണ്ട് ഞാൻ ഇനി എങ്ങോട്ട് പോകും? എന്റെ ദൈവമേ, ഒരു ജോലി കിട്ടിയപ്പോ എന്തൊരാശ്വാസമായിരുന്നു. ഇതിനായിരുന്നോടാ നീ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്തത്?
പിന്നെ എന്തിനാ പട്ടി എന്റെ മുയലിനെ കൊന്നത്? നിന്റെ ഒടുക്കത്തെ ഒരു മുയലും പൂച്ച എന്നെ അങ്ങോട്ട് കൊല്ലും. പിന്നെ എനിക്കിതൊന്ന് കാണണ്ടല്ലോ. എന്നെ വഴക്കുറയല്ല അമ്മ. ഇനി പോലീസ് വരും, അല്ലെങ്കിൽ അയാൾ നിന്നെ തല്ലി കൊല്ലും. അതിനു മുമ്പ് ഇവിടുന്ന് പോവാൻ നോക്കാം. ഞങ്ങൾ ഇവിടുന്ന് പോവുകയോ? എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. ഉയരോട് ഇന്ത എസ്റ്റേറ്റ് വെളിയെ പോകാൻ പറ്റിയതമ്മ. ശിവന്റെ കൈ ഓടിച്ചു, ആ പട്ടിയെ കൊന്നു. പട്ടി ചത്ത? പട്ടി ചത്ത. വേണ്ടാത്ത എല്ലാം ചെയ്ത് കുളമാക്കിയല്ലോടാ നീ. ഇനിയിപ്പൊ ഗുണ്ടകളാന്നോ പോലീസുകാരാന്നോ വരുന്നെന്ന് ആർക്കറിയാം? രണ്ടും അവന്റെ വരുതിയില്ല. പോലീസ് വന്നാൽ രക്ഷപ്പെട്ടു, കൊല്ലത്തില്ലല്ലോ. പോലീസിനടുത്ത് എനിക്ക് പോകണ്ട, അവര് കിഴക്കും. പറഞ്ഞ് സമയം കളയാതെ അപ്പൻ എന്തെങ്കിലും ഒന്ന് ചെയ്യും. ഞാൻ എന്നാ ചെയ്യാനടി കൊച്ചേ? എന്നെ അവന്റെ കിട്ടിയ വെറുതെ വെച്ചേക്കത്തില്ല, കൊന്ന ആനാമ്പള്ളം തളിക്കും. ഞാനിപ്പോ എന്ത് ചെയ്യും എന്റെ ദൈവമേ? ചേട്ടത്തി, ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നിങ്ങൾ ബംഗ്ലാവിലോട്ട് ചെല്ലേ, എന്നിട്ട് അവന്റെ കാല് പിടിച്ച് കരഞ്ഞ് മാപ്പി ചോദിക്കേ. ഇവൻ ബുദ്ധിയില്ലാത്തൊരു പൊട്ടനാണെന്ന് അറിഞ്ഞാ ചിലപ്പോ അവൻ വെറുതെ വിടും. അമ്മ ഇതുകൊണ്ടല്ലേ പൊട്ടാന്ന് വിളിക്കുന്നു. നീ ഒന്ന് അകത്ത് കയറിയിരി, ഞാനിപ്പോ വരാം. സാറേ, സാറേ മാപ്പ്, എന്റെ മോൻ അറിയാതെ ചെയ്തു പോയതാ. അവനൊരു പാവമാ. സാറിന്റെ മോനെ രക്ഷിക്കണം. എനിക്ക് എന്റെ മോനല്ലാതെ വേറെ ആരില്ല. എണീക്കതല്ലേ സാർ, എന്റെ മോൻ ആരാ എന്താന്നറിയാനുള്ള വകതിരും അവനില്ല. ദൈവം അത് കൊടുത്തിട്ടില്ല. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല. നിങ്ങൾ എപ്പോ പോണോ അവനെ എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. ഒന്ന് രക്ഷിക്കപ്പാ. ഞാനടി മോളെ. ശിവനെതിരെ കൈപൊക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായി. ഇപ്പോഴെങ്കിലും. അതെ, അവന് തലയെ മൂളയില്ലാഞ്ഞിട്ടാ. മൂളയില്ലെങ്കിൽ എന്തുവാ, കരുത്തില്ലയോ? അവനെ തല്ലിയത് എങ്ങനാ? കെട്ടിയിട്ടാ, അല്ലേ കാണായിരുന്നു.
എന്നിട്ട് അവനെ രക്ഷിക്കാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടായോ? എവിടെ? അപ്പൻ എന്നതായി പറഞ്ഞു വരുന്നേ? എങ്ങൾക്ക് ഒന്നുമേ പുരിയില്ലേ? ഇനി അങ്ങനെ ആയിക്കൂടാ. ഉറുമീസ് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം ശിവൻ അധികം കളിക്കുകയല്ല. പൊട്ടന്റെ അടിയുടെ ഊക്കവൻ അറിഞ്ഞതാ. അതിനയാൾ അവനെ വെറുതെ വെച്ചേക്കുവോ? വെക്കണം, വെപ്പിക്കണം. തൊഴിലും കൂലിയും ഒന്നും അല്ല പ്രശ്നം, നമ്മുടെയൊക്കെ ജീവന. ഒറ്റക്കെട്ടായിട്ട് നിന്നാലേ നടക്കൂ. അതിന് നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ വഴി ഞാൻ പറഞ്ഞുതരാം. എല്ലാരും പെട്ടെന്ന് വണ്ടിയിലോട്ട് കയറും. ഞങ്ങൾ ആരും ഇന്ന് പണിക്ക് വരുന്നില്ല. എന്തു പറ്റി? ഇന്നെന്താ ഒരു പ്രത്യേകത? പൊട്ടൻ ചത്തോ? ഗോവിന്ദ, ശിവൻ സാറിനോട് എന്ന് പറഞ്ഞേരേ, മുതലാളി തന്നെ ഇവിടെ ഒന്ന് ഒത്തീർപ്പാക്കാതെ ഞങ്ങൾ ഇനി തോട്ടത്തിലേക്ക് ഇല്ലാന്ന്. ആ, ഓഹോ, ഇങ്ങനെ ഒരു ഏർപ്പാട് ഇവിടെ ആദ്യമായിട്ടാണല്ലോ. അടിക്കാനും പിടിക്കാനും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളുണ്ടാവുന്നത് തന്നെ ആദ്യമായിട്ടല്ലയോ? അപ്പൊ പിന്നെ മറ്റു ചില കാര്യങ്ങളും കൂടി ആദ്യമായിക്കോട്ടെ. എന്നതാ? ശരിക്കും ആലോചിച്ചോ? ശിവൻ സാറ് ചോദിക്കുമ്പോ ആരും മാറ്റി പറയരുത്. ഇല്ല, മുതലാളി തന്നെ വന്നേ പറ്റൂ. സൂസി, സൂസിയേ, എടീ സൂസി, വീട്ടിൽ ഇരുന്നാ നിന്നെ ഉറുമ്പ് കടിക്കുവോടി? അമ്മ എന്നെ വിളിപ്പിച്ചതാ. അമ്മയ്ക്ക് വല്ലാത്ത പേടി. എന്നാതിനാ ഏടത്തി ഇത്രയും പേടിക്കുന്നത്? പണിമുടക്ക് കൂടി ആയാൽ അയാൾ എന്റെ മോനെ വെച്ചേക്കില്ല. അതിനു മുമ്പ് എങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നത്. ഇനി ഇവനെ എന്തെങ്കിലും ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കുകയല്ല. പോരെ? സൂസിയെ ഇനി ആ പട്ടി ഓടിച്ചിടത്തില്ലല്ലോ. മുതലാളി വന്ന് പോകാൻ സമ്മതിക്കാതിരിക്കല്ലേ? എനിക്ക് പോകണ്ടമ്മേ. അത് കേട്ടോ, ഞങ്ങൾ അങ്ങനെ ഇപ്പൊ അമ്മയെ വിടുന്നില്ല. അമ്മയും മോനും കൂടി ഇവിടെ തനിച്ചിരുന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓരോന്ന് മനസ്സിൽ വരുന്നത്. അടി കൊച്ചേ, നമുക്ക് ഇവരെ വീട്ടിലോട്ട് കൊണ്ടുപോവാം. മുതലാളി വരുന്നത് വരെ അവിടെ കൂടിക്കോട്ടെ. എന്താ ഇത്? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇതുപോലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി പൂട്ടിയടച്ച് ഞാൻ എന്റെ വഴിക്ക് പോകും. എനിക്ക് ഇതുപോലെ നിസ്സാര കാര്യങ്ങൾ സെമരിയാക്കാനുള്ള നേരമില്ല. അച്ഛൻ പറഞ്ഞപ്പോ ജോലി തന്നതേ മാനേജറെ തല്ലാനല്ല, പൊട്ടനാണെന്ന് കരുതി എന്ത് തോന്നിയാസം കാണിക്കാന്നാണോ? ഇനി എന്തെങ്കിലും വേണ്ടാതിനം കാണിച്ചാലുണ്ടല്ലോ അപ്പൊ പറഞ്ഞുവിടും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയണം, അല്ലാതെ ആളെ വിട്ട് തല്ലിക്കല്ല വേണ്ടത്. എന്നാ ഇതൊക്കെ തുടങ്ങിയത്? ധാരണയോട് സഹകരിച്ച് രണ്ടു കൂട്ടർക്ക് ഇവിടെ കഴിയാമോ? എന്താ ആരും ഒന്നും മിണ്ടാത്തെ? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി ഒരു കുഴപ്പവും ഉണ്ടാകുകയല്ല. ആ എങ്കിൽ വേഗം ചെല്ലേ, പണി നടക്കട്ടെ. എല്ലാവരും പണിക്ക് പോയിക്കോ. ദേവസ് ഇവിടെ നിന്നോ? പണി എഴുതി. ഏതായാലും പതിവ് മുടക്കണ്ട. ആ ശിവൻ, ഞാനിതൊക്കെ തന്നെ ഏൽപ്പിച്ചതേ മര്യാദയ്ക്ക് നോക്കി നടത്തുന്നു കരുതിയിട്ടാ. മുതലാളി താനല്ല, ഞാനാ. ഒരു മാനേജർ സ്വാതന്ത്ര്യം മാത്രം എടുത്താൽ മതി. സാർ ഞാൻ വേണ്ട വേണ്ട, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ മാനേജർ ഉപ്പായം കാണില്ല. മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവായവൻ. നീ കുടിക്കടാ മോനെ. വേണ്ട. വേണം. എന്താ ഇത്? നീ പോടി. ഇവന് ഞങ്ങളുടെ കൂടെ നിന്ന് സന്തോഷിക്കണം. ആ ശിവന്റെ പത്തി മടക്കിയത് ഇവനാ. അവൻ ഗോലിയത്താണെങ്കിൽ ഇവൻ നമ്മുടെ ദാവീദാ. ആരാ ദാവീദ്? നീ ഒരു നസ്രാണിയാണോടാ? പോടാ പോട്ടാ. അമ്മ ഞാൻ പോട്ടാന്ന് വിളിക്കും. വീശടാ മോനെ, വീശ്. വീശടാ. കഴിഞ്ഞോ?
കേട്ടില്ലേ? ശിവനെതിരെ കൈ ഉയർത്താൻ ഇവിടെ ഒരാളുണ്ടായതിന്റെ ആഘോഷം അത്. നാളെ അവന് ഈ എസ്റ്റേറ്റിൽ ഉണ്ടാവില്ല. എന്ത് ചെയ്യാൻ പോകുന്നു? അവനെ കൊന്നാൽ തൊഴിലാളികൾ വെറുതെ അടങ്ങിയിരിക്കുമെന്ന് ശിവന് തോന്നുന്നുണ്ടോ? ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആദ്യം ഇവിടെ ഒന്ന് പുറത്താകാൻ പോകുന്നതേ ശിവനായിരിക്കും. പിന്നെ പഴയ ഡ്രൈവർ പണി പോലും ഉണ്ടാവത്തില്ല. ഇവിടെ ഉപയോഗിക്കേണ്ടതേ ബുദ്ധിയാ, തോക്കല്ല. ശിവന്റെ നഷ്ടപ്പെട്ടുപോയ പട്ടിയേക്കാൾ ബുദ്ധിയും ശക്തിയുണ്ടവന്. എന്തുകൊണ്ട് അവനെ ശിവന്റെ കൂടെ നിർത്തിക്കൂടാ? ഇനി കാര്യങ്ങൾ നടക്കണമെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റൂ. ഏയ് പുട്ടേ, വാ, വല്ലതും കഴിക്കണ്ടേ? സൂസിക്കേരാ ഞാൻ സാധനം വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവിടെ നിന്ന് കിട്ടിയതാ. എനിക്കോ? കാണട്ടെ. ഇപ്പൊ കാണിക്കൂല. ഓ, പുട്ടിന്റെ ഒരു ഡമ്പ്. പിന്നെ എന്തിനാ എന്നോട് പറഞ്ഞേ? ചുമ്മാ. പുട്ടിനോട് എന്തൊക്കെയാന്ന് പറയാവോ? ചമ്മന്തി. പുട്ടിന്റെ കൂടാണോ ചമ്മന്തി? എങ്കിലും പോട്ടെ. ഇനി പഴം. ഇനി ഇനി ഏതാ കറി? പറ പുട്ടേ. ഇനി അറിയത്തില്ല. അമ്മ എനിക്ക് വാങ്ങിച്ചു തരാൻ പോകുന്ന സ്ഥലം പോലെ. അതെവിടെയാ? ഇതോ ഇവിടെ. ഇത് ഇത്രയും മുയലാ, ഇത് പൂച്ചക്കുട്ടികള്, ഇതാട്, ഇതാ ഞങ്ങളുടെ വീട്. ഇതാ ഇത്. വീട്ടിൽ ആരൊക്കെ ഉണ്ടാവുക? മുയലും പൂച്ച ഉണ്ടാവും, കോറെ, പിന്നെ അമ്മ. അപ്പൊ ഞാനില്ലേ, എന്നെ കൂടെ താമസിപ്പിക്കാവോ? ഇതാ ഞാൻ പറഞ്ഞ സാധനം. ഈ പുട്ടിന് എനിക്ക് ഇഷ്ടാ, ഒത്തിരി ഇഷ്ടാ. എടാ ഉറുമീസേ, വാ, നിന്നോട് ബംഗ്ലാവിലോട്ട് ചെല്ലാൻ പറഞ്ഞു. സൂസേ, മോളെന്തെങ്കിലും വന്നേ. എന്താ അമ്മേ? ഉറുമീസിനെ കണ്ടില്ലല്ലോ മോളെ. നേരത്തെ അപ്പൻ ചെന്നപ്പോ അവിടെ നിന്ന് വിറക് ചേർന്നത് കണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ വരും. എവിടാ ചുറുമീസേ, ഉനക്ക് നടക്കുന്ന ரொம்ப കഷ്ടമാ இருக்குது. ഞാൻ ഇത് വെച്ചിട്ട് വരാം. ഇതാരും സായിപ്പോട്ടിയോ? കാണാൻ നല്ല രസമുണ്ടല്ലേ, വരുന്ന വഴിക്ക് എല്ലാരും പറഞ്ഞു. അവിടെ നീ വേണ്ടാതിനൊന്നും കാണിച്ചില്ലല്ലോ. ആ സാറുണ്ടായിരുന്നു അവിടെ? ആ, പക്ഷെ സാറിനെ കണ്ടപ്പോ ആദ്യം പേടിച്ച്, പിന്നെ സാറിനെ തോളത്ത് കെട്ടി. സാറിന് അവരുണ്ടായിരുന്നു, നല്ലതാ, ഈ ഉടുപ്പൊക്കെ തന്നു. നാളെ ചെല്ലാൻ പറഞ്ഞു, ഒത്തിരി വിറക് കീറാനുണ്ടെന്ന്. അവിടുന്ന് നീ വല്ലതും കഴിച്ചോടാ? ഉച്ചക്ക് ചോറും വൈകുന്നേരം കേക്കും ചായ. ആഹാ, അപ്പൊ കോളടിച്ചല്ലോ. പക്ഷെ ഇപ്പൊ ഞാൻ വല്ലതും ഉണ്ടാക്കി തരാം.
ഇപ്പൊ വലിയ ആളെ പോയില്ലേ, ഞങ്ങളെയൊക്കെ മറന്നു. മുമ്പത്തെ പോലെ മിണ്ടുക പോലും ഇല്ല. മിണ്ടാനൊന്നും നേരമില്ല. സാറും ഗോവന്നും ചേട്ടനും ഓരോ പണി പറയും, എന്നിട്ട് അപ്പൊ പണി ചെയ്യും. ഇപ്പൊ എല്ലാരും പറയുന്നത് എന്താന്നറിയോ? പുട്ടി ശിവൻ സാറിന്റെ സൈഡാന്ന്. ആ, ഇന്നലെ ശിവൻ സാറിന്റെ ജീപ്പിന്റെ സൈഡിൽ നിന്ന് കാട്ടിപ്പോയി. കാട്ടിലോ? ആ, കുറെ ചെടിയൊക്കെ പറിച്ചു ജീപ്പിൽ കയറ്റി, പിന്നെ വേറെ സ്ഥലത്ത് കൊണ്ടേ കൊടുത്തു. പിന്നെ എന്നെ തല്ലാൻ വന്നവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നെ തൊട്ടില്ല. പുട്ട് എന്തൊക്കെ എവിടെ? വായി നോക്കി നിൽക്കാതെ കുതിരയും കൊണ്ടുപോടാ. മോഹൻ ചേട്ടൻ വിളിക്കുന്നത് എവിടെയെങ്കിലും പോകാനായിരിക്കും. ഞാൻ പോട്ടെ, ദേ വരുന്നേ. ഹലോ ഹലോ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. Fine, how are you? ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഈ കോളനിയിലെ ചാരായം കാച്ചുന്ന സ്ഥലം നിനക്കറിയോ? പക്ഷെ ഞാൻ അവിടെ നിന്ന് കുടിച്ചിട്ടില്ല. അല്ല, നീ കുടിക്കണ്ട, സ്ഥലം അറിയോ? എന്നാ സാറിന്റെ കൂടെ പോയിട്ടെ ആ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കും. ചേട്ടാ, നമ്മുടെ പോലീസാ, പോന്നേ. അതവിടെ വെച്ചേര്. സാറിന്റെ ബുദ്ധി കൊള്ളാം. ഒട്ടനെ അവരെല്ലാം കൂടി ഇത് പൊരിക്കും. അതിനുള്ള സമയം വരുന്നേ ഉള്ളൂ. എവിടെയാടാ? അവന്റെ ഒരു സാർ, ഇൻസ്പെക്ടർ സാർ, മാപ്പാക്കണം. ഇവരെ കൊണ്ടുപോകരുത്. ആ പോറും. എന്നാലും എന്നോട് ഈ ചളി വേണ്ടായിരുന്നു. നാക്ക് തിരുമ്പി വരട്ടും. ഉന്നെ അപ്പൊ പാത്തുക്കളെ. അവന്റെ മാഞ്ചേട്ടനെ കൊണ്ടുപോയി. കൊണ്ടുപോയി. എന്ത് തോന്നിയവസോടാ നീ കാണിച്ചേ? സാറ് പറഞ്ഞിട്ടാ ഞാൻ കാണിച്ചു കൊടുത്തു. സാറ് പറഞ്ഞാൽ നീ എന്തും ചെയ്യുവോ? അവൻ അറിയാതെ ചെയ്തു പോയതാ. ഇത്രയും നാൾ ഇവിടെ കിടന്ന് വരെ കിട്ടിയവൻ അറിയാൻ മേലെ ആരൊക്കെയാണെന്ന്. ഇനി കൊണ്ടുപോയവർ ആര് പുറത്തിറക്കും? എന്റെ കർത്താവേ. കേറ് ജീപ്പില്. അമ്മേ, അമ്മേ, അമ്മേ. അമ്മേ, അമ്മേ, സോസി, സോസി. അവര് നല്ലോണം ഉപദ്രവിച്ചോ? വേദന ഇതുവരെ മാറിയിട്ടില്ല. ആ, ലേശം വെള്ളം ചൂടാക്കി ആവി പിടിക്കാൻ. അമ്മയെ കണ്ടോ? അമ്മയെ കണ്ടില്ല. അമ്മയെ കണ്ടോ? കുറച്ച് ആൾക്കാർ എങ്ങോട്ടാ പോകുന്നുണ്ടോ? ഞാൻ കൂടി പെടാതിരുന്നത് ഭാഗ്യം. ഇല്ലേ കാണാമായിരുന്നു. നിങ്ങളെയൊക്കെ പുറത്തിറക്കാൻ ഞാൻ എന്തുമാത്രം പാടുപെട്ടെന്ന് അറിയാവോ? അമ്മയെ കണ്ടോ? അമ്മ ഇല്ലാത്ത നാശമെല്ലാം വരുത്തി വെച്ചവൻ നിൽക്കുന്നു. തോൽപാണ്ഡ്യൻ. അമ്മ നിന്നെ ഈ പരിസരത്ത് കണ്ടു പോരുത്. പോടാ പുറത്ത്. എന്റെ വായിരിക്കുന്നത് ഏൽപ്പിക്കല്ലേ. ഓട്ടമാധവ. എന്തോന്ന് പോട്ടെന്ന് വെക്കാൻ? അവരെന്നെ പിടിച്ചോണ്ട് പോയി കേസെടുത്തതേ ഈ അലവരാതി കാരണമാ. അമ്മ അമ്മ നിനക്കെന്തിനാണ് അമ്മ? തെണ്ടി. അമ്മ എവിടെ? നിന്നെ ഇട്ടിട്ട് അവരവരുടെ പാട്ടിന് പോയി. പോ. അമ്മ എന്നെ ഇട്ടിട്ട് പോകത്തില്ല. ആമാ എത്ത താഴെ പേര് സ്വനക്ക് പാന്ത് മാലേറാനേ.
അവന്റെ ജീപ്പേ കയറി ഊരി ചുറ്റി പാവങ്ങളെ ഉത്തരത്തിൽ കയറിയല്ലേ നിന്റെ തൊഴില്. ആ അത് കണ്ടിട്ട് അവര് പോയത്. കള്ളം പോയി. കള്ളം. കള്ളൻ നിന്റെ തന്തയാടാ പട്ടി. ഞാൻ കള്ളം. കള്ളം. അവൻ എന്നെ വിട്ടിട്ട് പോകത്തില്ല. ഉർമിസേ വിടാൻ. കള്ളം. 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 ഉർമിസേ വിടാനാ പറഞ്ഞത്. ഉർമിസേ. ഉർമിസേ. പോകത്തില്ല. വിട്ടടാ. ഉർമിസേ. വേണ്ട വേണ്ടാന്നേ. അമ്മ വന്നല്ലോ. ഞാൻ പറഞ്ഞില്ല അമ്മ വരും. അവര് പറഞ്ഞ അമ്മ എന്നെ ഇട്ടിച്ച് പോയെന്ന്. നല്ലേ മോന് പ്രാന്താണെ പിടിച്ച് ചങ്ങലിക്കണം. കണ്ടോ അവൻ കാണിച്ചു വെച്ചിരിക്കുന്നത്. പാലും പഴവും കൊടുത്ത് തലയെ വെച്ചപ്പോ കൊല്ലാൻ വരുന്നു. ഇന്ന് രാത്രി തള്ളേ മോന് സ്ഥലം വിട്ടോണം. ഇല്ലേ ഞങ്ങൾ ഇവൻ തല്ലിക്കൊല്ലും. പെരപ്പോളി മാധവണ്ണനക്ക് ഏതാവത് ആച്ച് അപ്പൊ പാര് ഒന്നുമില്ല ഉണ്ണേ. ആ അമ്മ ഞാൻ നിന്റെ ഓരോ വേണ്ടാത്തരങ്ങൾ കണ്ട് ചാമ്പ് പൊട്ടിയാ നിന്റെ അപ്പം മരിച്ചത്. എന്നെ നീ ഒന്ന് കൊല്ലു. പിന്നെ എനിക്കൊന്ന് കാണണ്ടല്ലോ. അമ്മേ പോ എന്റെ മുമ്പിന്ന്. മുടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ആസത്ത്. അമ്മയെ കാണാഞ്ഞിട്ടല്ലേ? നീ എന്തിനാടാ എന്റെ വയറ്റിൽ പറഞ്ഞത്? അലഞ്ഞു തിരിഞ്ഞ് നാറാണക്കല്ലടിപ്പിക്കാനായിട്ട്. ഈ പൊട്ടനെയാണല്ലോ ദൈവമേ എനിക്ക് തന്നത്. പൊട്ടാന്ന് വിളിക്കല്ലോ അമ്മേ. പൊട്ടനാ നീ. പോടാ എവിടെയെങ്കിലും പോയി ചാട്. എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. അയ്യോ എനിക്കിങ്ങനെ ഒരു മകനില്ല. അമ്മേ 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 എനിക്ക് നിന്നെ കാണണ്ട കാണണ്ട. അങ്ങനെ പറയല്ലോ അമ്മ എന്നെ വേണ്ടെന്ന് പറഞ്ഞു. വേണ്ട പുട്ടിന് എനിക്ക് കാണണ്ട. പുട്ടി ചീത്തയാ. ഇത് എനിക്ക് വേണ്ട. പോ.
ചെയ്തിട്ടാ നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ജീവിതം മുഴുവൻ ഇങ്ങനെ അലഞ്ഞു ചെയ്യാൻ ഞങ്ങൾ എന്തും. ഇനിയെങ്കിലും എന്റെ മോന് സൽബുദ്ധി കൊടുക്കണേ. അവനെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണേ. എന്ത് പറ്റി ഉർമീസ്? എന്നിട്ട് കണ്ടു അമ്മേ? ദേഷ്യവും സങ്കടവും സഹിക്ക വയ്യാതായപ്പോ ഇന്നലെ ഞാൻ അവനെ എന്തൊക്കെയോ പറഞ്ഞു. ഇതുവരെ ഞാൻ അവനെ വേദനിപ്പിച്ചിട്ടില്ല. ഇവിടെ മുഴുവൻ ഞാൻ തിരക്കി, എവിടെ പോയാവോ? ഇനി അങ്ങ് താഴെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുന്നുണ്ടാവോ? ഒളിച്ചിരിക്കുന്ന തന്നെ നല്ലത്. മാധവൻ ചത്തു, ജഡവുമായിട്ട് മുത്തുവും കൂട്ടരും വരുന്നുണ്ട് മോനെ തട്ടാൻ. ജീവന് കൊതിയുണ്ടെങ്കിൽ എവിടെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്ക. എന്റെ മാതാവേ, എങ്ങനെയുണ്ട്? നിങ്ങൾ നിൽക്ക്, ഞാൻ ചെക്ക് പോസ്റ്റ് വിളിച്ച് പറയാം, എന്നിട്ട് പോയാൽ മതി. ശരി സർ. ഞാനൊന്നും ചെയ്തില്ല അമ്മ, ഞാൻ ഒന്നും ചെയ്തില്ല. എന്റെ മോനെ ഒന്നും ചെയ്യില്ലേ, എന്റെ മോനെ ഒന്നും ചെയ്യില്ലേ, എന്റെ മോനെ അമ്മ, അമ്മ, അമ്മ.
തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം വഴിയറിയാതെ വിതുമ്പിയോ മേഘനൊമ്പരം ഏതു വിമുഖതലങ്ങളിൽ ജീവിതനൗകയിൽ